പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. 11ാം വാർഡിലെ 7000-ഓളം താറാവുകളെ കൊന്നൊടുക്കുന്ന നടപടി തുടരുകയാണ്. രോഗം സ്ഥിരീകരിച്ച 1 കിലോമീറ്റർ ചുറ്റളവിലെ വളർത്തു പക്ഷികളെ നാളെ കൊന്നൊടുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രവീൺ, സർക്കാരിന്റെ താറാവ് വളർത്തൽ കേന്ദ്രത്തിലാണ് ആദ്യം പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. അവിടെ പൂർണ്ണമായും ഈ താറാവുകളെ ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു. മറ്റു ഫാമുകളിലേക്കും ഈ പക്ഷിപ്പനി പടരുന്ന സാഹചര്യമാണോ നിലവിലുള്ളത്? കർഷകരെ സംബന്ധിച്ച് വലിയ നഷ്ടം കൂടിയാണ്. ബിനിൽ, കർഷകരെ സംബന്ധിച്ച് ഈ പക്ഷിപ്പനി ഇങ്ങനെ പടരുന്നത് അവർക്ക് വലിയ നഷ്ടം തന്നെയാണ്. പത്തനംതിട്ട തിരുവല്ലയ്ക്ക് സമീപം നിരണം സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലാണ് ആദ്യം പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇവിടെ ആദ്യമായാണ് പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത്. ഈ താറാവ് വളർത്തൽ കേന്ദ്രത്തിനുള്ളിൽ അവിടെ താറാവുകളെ കൂട്ടത്തോടെ കഴിഞ്ഞ ദിവസം കൊന്നിരുന്നു. ഭോപ്പാലിൽ നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി ഇവിടെ ആദ്യം സ്ഥിരീകരിച്ചത്. അന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ടേക്ക് എത്തി വിശദമായിട്ടുള്ള പരിശോധനയും ഈ കള്ളിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് ജില്ലാ കളക്ടർ പറഞ്ഞത് മറ്റിടങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലെ താറാവുകൾ കൂട്ടത്തോടെ ചത്തതിനോടൊപ്പം തന്നെ ഇതിന് സമീപത്തുള്ള 11ാം വാർഡിൽ 2 കർഷകരുടെ താറാവ് കുഞ്ഞുങ്ങൾ ചത്തിരുന്നു. അതിനുശേഷം അതിൻ്റെ സാമ്പിളുകളും ഭോപ്പാലിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ റിസൾട്ട് വന്നു. അവിടെയും പക്ഷിപ്പനി ഉണ്ടെന്നാണ് ഈ പരിശോധനാ ഫലത്തിൽ നിന്ന് വ്യക്തമായത്. 2 കർഷകരുടേതായി 7000-ഓളം താറാവുകളാണ് ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ താറാവുകളെ കൊല്ലുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം താറാവുകളെയാണ് 4000